ഓണം സ്പെഷ്യൽ എപ്പിസോഡിന്റെ പുതിയ ഐറ്റത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ചേനത്തണ്ടും ചെറുപയറുമാണ്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേനത്തണ്ട് ചെറുപയർ തോരൻ. അപ്പം ചേനത്തണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ചേനത്തണ്ട് താണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള അരപ്പുകളും കാണിക്കാം. നമ്മളിവിടെ കുറച്ചേ ഉള്ളൂ ചേനത്തണ്ട്. ഒരു കപ്പ് തേങ്ങ വേണ്ടേ, പച്ചമുളക്, നമ്മൾ ഒരു കപ്പ് തേങ്ങ, വെള്ള കാന്താരി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയോടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. നല്ലപോലെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് ഓൺ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് നല്ലപോലെ പൊട്ടിപ്പോൾ നമ്മളതിനകത്ത് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഉഴുന്ന് പരിപ്പ് നല്ലപോലെ ചുമന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചുമന്ന മുളകും ഇട്ട് കൊടുക്കാം. നല്ലപോലെ കറിവേപ്പിലയൊക്കെ മൂത്ത് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേനത്തണ്ടും ചെറുപയറും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഓക്കെ, ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇതിനൊന്നും വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ കാന്താരി മുളക് അരച്ച് വരും. നമുക്ക് മുളക് പൊടി വേണേലും ചതയ്ക്കാനെടുക്കാം. മുളക് പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കാന്താരി, വെള്ളക്കാന്താരിയോ പച്ചക്കാന്താരിയോ, കാന്താരി ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് വരും തോരന്. ഇതിപ്പം 2-3 ദിവസം നല്ല വെയിൽ കിട്ടിയ ചേനത്തണ്ടായതുകൊണ്ട് ഇതിനകത്ത് വെള്ളമില്ല. നമ്മൾ മഴ സമയത്തൊക്കെയാ ചേനത്തണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ചേനത്തണ്ട് അരിഞ്ഞിട്ട് നമ്മൾ ശകലം ഉപ്പിട്ടൊന്ന് 5 മിനിറ്റ് ഒന്ന് ഇളക്കി വെച്ച് കഴിയുമ്പം നല്ലപോലെ ഇതിനകത്ത് കുറേ വെള്ളം അങ്ങ് പോകും. അപ്പം ഇതിപ്പം വെള്ളം വറ്റിയ സമയത്ത് ചേനത്തണ്ട, അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. വെള്ളമില്ല ഇതിനകത്ത്. അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം ഇറങ്ങി തോരൻ നമ്മുടെ കുഴഞ്ഞു പോകും. മഴക്കാലത്താണെങ്കിൽ നമ്മൾ ഉപ്പിട്ടൊന്ന് പിഴിയണം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തുറന്നു നോക്കാം വെന്തോന്നേ. അടച്ചു വെച്ചിട്ട് നമ്മൾ ഇതുവരെ തുറന്നില്ല കേട്ടോ. ആവി തന്നെ ഇരിക്കുക. ഇതിനകത്ത് ഒരു ശകലം പോലും വെള്ളവും ഇല്ല, അടിക്കും പിടിക്കത്തില്ല. ആ ആവി തന്നെ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നമുക്ക് ഇതിനകത്ത് ഒരു ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം, വെന്തോന്നും നോക്കാം. അങ്ങനെ നമ്മുടെ ചേനത്തണ്ടും ചെറുപയർ തോരനും റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയിലൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.